ആകെ നശിപ്പിച്ചിട്ട് പക്ഷി പറന്നുപോയോ? ഈ മുട്ടയിട്ടിട്ട് പോയോ? ചെറിയ കിളി എന്റെ ഫ്രണ്ടായി മാറി. ആഹാ, ഇത് നോക്കേ, ഇതിലൊരു കിളിയുടെ കൂടും മുട്ടയും ഉണ്ടല്ലോ. ചിലപ്പോ ഇത്തരം വിചിത്രമായതൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാനായിട്ട് പറ്റില്ല അമ്മാവ. വേഗം ഇതെന്റെ താടിയിൽ നിന്ന് മാറ്റാൻ നോക്ക്. മനസ്സിലായി യജമാനൻ, ഇപ്പൊ മാറ്റിത്തരാം. അയ്യോ, ഇങ്ങനെ ചെയ്ത കിളിയുടെ കൂട് പൊട്ടിപ്പോവല്ലോ. പൊട്ടിക്കല്ലാതെ പിന്നെന്താ ചെയ്യാ? നാളെ ഒരു ഇന്റർനാഷണൽ മീറ്റിംഗ് ഉണ്ട്. അതിന് ഈ മുട്ടയും കൊണ്ട് ഞാൻ എങ്ങനെയാ പോവുക? പറ. ആ കൂട് നശിപ്പിച്ചാൽ മുട്ട പൊട്ടിപ്പോവും. അങ്ങനെ ചെയ്താൽ ആ കൊച്ചു മരിച്ചു പോകില്ലേ? എന്താ ശരിയല്ലേ? അറിയാം അത് ചമ. പക്ഷെ മോനെ യജമാനനെ ബഹുമാനിക്കുന്ന ആളുകൾ അവിടെ മുഴുവൻ ഇങ്ങനെ പോകാൻ സാധിക്കില്ല. പപ്പ പ്ലീസ് അങ്ങനെ ചെയ്യല്ലേ. ആ കിളിയുടെ കൊച്ചിന് പുറത്തേക്ക് വരാൻ അനുവദിക്കൂ. അത് സാധിക്കില്ല ചമ. അതിന് മോ കരയുന്ന എന്തിനാ? ശരി ശരി, കരയണ്ട. ഇതിൽ നിന്ന് ആ കുഞ്ഞ് പുറത്ത് വരുന്നത് വരെ ഞാൻ ഈ മുട്ട കാത്തുകൊണ്ടേയിരിക്കാം. ശരിക്കും ചെയ്യോ? ആ മോനെ, സത്യമായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം നിന്റെ മനസ്സ് ഇത്ര വലുതാണല്ലോ. എന്റെ പ്രിയപ്പെട്ട പപ്പ. ചാമമോൻ ഒരിക്കലും വലിയ മനസ്സിന്റെ ഉടമയായി തീരും. ഈ ചൂട് കാരണം കൊച്ചു പുറത്തേക്ക് പെട്ടെന്ന് വരും. ആ മോനെ, അത് കാണാൻ തന്നെ എന്ത് രസമായിരിക്കുന്നോ. അമ്മാവ, തീ കൂട്ടാൻ തടിക്കഷ്ണങ്ങൾ ഇട്ടുകൊണ്ടേയിരുന്നോളൂ. ശരി യജമാനൻ, മനസ്സിലായി. ഇപ്പൊ ഇട്ടേക്കാം. വെള്ളം ചൂടായോ യജമാനൻ? അമ്മാവ അമ്മാവ, ഇത്രയും ചൂട് കാരണം പുറത്തേക്ക് കൊച്ചായിട്ടല്ല വീടിച്ച് മുട്ടയിട്ടായിരിക്കും വരാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിലേ ശാന്തിയും സമാധാനവും ഈ ലോകത്തിലുണ്ടാവുകയുള്ളൂ. അദ്ദേഹത്തിന്റെ കാടിക്ക് തൂക്കി മുട്ട പോലെയല്ല തോന്നണത്. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഇത് ആവശ്യമായിട്ടുള്ളതാണ്. പപ്പ ഇത്രയും ഒച്ചയുണ്ടാക്കി സംസാരിച്ചാൽ മുട്ടയുടെ ഉള്ളിലിരിക്കുന്ന കൊച്ചിന് പേടിയാവും പപ്പ. ഞാൻ മറന്നേ പോയി ചാമ. അപ്പോ ഈ ലോകത്തിന് ഇപ്പോ ആവശ്യമുള്ളത് ശാന്തിയാണ്. ശാന്തി വളരെ ആവശ്യമാണ് ഇപ്പോഴത്തെ ലോകത്തിൽ. എന്റെ പപ്പ എല്ലാരെക്കാളും ബെസ്റ്റാ. യജമാനന്റെ പ്രസംഗം തളർന്നു പോയല്ലോ. മിസ്റ്റർ റോബോ, കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനർജി പ്രോബ്ലം മാറ്റുന്നതിനായി താങ്കൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എത്ര ആൾക്കാർ സംസാരിക്കും? എല്ലാരും പോയിക്കേ. നിങ്ങൾക്കാർക്ക് മനസ്സിലാവുന്നില്ലേ ഇദ്ദേഹത്തിന് താടിയിൽ ഒരു മുട്ട ഇരിക്കുന്നുണ്ടെന്ന്? ഇത്ര ശബ്ദം ഉണ്ടാവാൻ പാടില്ല. പപ്പയെ അകത്തേക്ക് കൊണ്ടുപോവാം. അവിടെ ഒരു ശബ്ദം ഉണ്ടാവില്ല. വാ, ഞാൻ പപ്പേനെയും ഈ മുട്ടേനെയും എന്തോരം നോക്കണം. ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല നിങ്ങൾക്ക് മുട്ട പൊട്ടിക്കൊണ്ടിരിക്കുന്നു പപ്പ. അതായത് കൊച്ചു പുറത്തേക്ക് വരാൻ പോവാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യും പപ്പ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? പക്ഷെ ഇതിനെ കാണാൻ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. പപ്പ നോക്കേ, മുട്ടയിൽ കൊച്ചു പുറത്തേക്ക് വന്നു. ഇതൊരു ചെറിയ ക്യൂട്ട് കിളിയാണ്. ചെറിയ കിളി. ശ്യാമ, പറ, എന്ത് കാണിക്കാനാ കൊണ്ടുവന്നേ? കൂട്ടുകാരി ശ്രദ്ധിച്ചു നോക്കൂ, എന്നിട്ട് സന്തോഷിക്കൂ. പപ്പ പ്ലീസ് പുറത്തേക്ക് വരൂ. കാണൂ ഞങ്ങളുടെ ക്യൂട്ട് കിളി ചപ്പി. ചപ്പി വരൂ കൂട്ടുകാരി, നമുക്ക് എല്ലാവർക്കും കൂടി ചപ്പിയുടെ കൂടി ഭക്ഷണം കഴിക്കാം. നാണിക്കാതെ വയറ് നിറച്ച് കഴിച്ചോളൂ. ഓ ചപ്പി, ഇതായി ഭക്ഷണം കഴിക്ക്. എന്ത് ക്യൂട്ടാ. ഇവിടെ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്കിൾ, ഞങ്ങളും ഇതിനെ തീറ്റ കൊടുത്തോട്ടെ? ഭയങ്കര രസമായിരിക്കും. ഓ, അതിനെന്താ, കൊടുത്തോളൂ. നിങ്ങൾ ഇതിനോട് കൂട്ടുകൂടിക്കോ. ഇതെന്ത് ക്യൂട്ടല്ലേ. ഞങ്ങൾ തീരുമാനിച്ചു ചപ്പിയെ എന്നേക്കുമായി ഞങ്ങളുടെ വീട്ടിൽ വളർത്താമെന്ന്. ഇത് നോക്കിയേ, എന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. വാവ്, എന്ത് രസമായിരിക്കുന്നു. ചപ്പി അതിന്റെ ചെറിയ അനീതിയായിരിക്കുവാണല്ലോ ഇപ്പൊ. ഒരുപാട് ഭക്ഷണം കഴിച്ചോ? എന്നിട്ട് പെട്ടെന്ന് വലുതാവണോട്ടോ. നിങ്ങളാരും ഞാൻ പറയുന്നത് എന്താ കേൾക്കാത്തേ? എന്ത് ക്യൂട്ട് പക്ഷിയാണല്ലേ. കുറച്ച് കൂടുന്നുണ്ട്. വീണ്ടും വരണം കേട്ടോ എല്ലാവരും. ബൈ ബൈ പറയുക ചപ്പി. ഞങ്ങൾ പോവാണ്. ബൈ ബൈ. ഓക്കെ, ബൈ ബൈ കൂട്ടുകാരി. ചപ്പീനെ കാണാൻ ഇനിയും വരണേ. ബൈ ബൈ ചപ്പി. പിന്നെ കാണാം ചപ്പി. ബൈ ബൈ ചപ്പി. ചപ്പി എന്ത് ക്യൂട്ടാ ചപ്പി. ബൈ ബൈ ചപ്പി. എല്ലാരും എന്നെ മറന്നു.
ആരും എന്നെ നോക്കുന്നതും കൂടി ഇല്ല. പപ്പ, ആർക്കും എന്നെ ഇഷ്ടമല്ല പപ്പ. ഓ ഇങ്ങോട്ട് വാ, എനിക്കിഷ്ടമാണല്ലോ. പപ്പ, ഞാൻ വരുവാണ് പപ്പ. അവിടെ നിക്ക്, അവിടെ നിക്ക്. എന്ത് പറ്റി പപ്പ? പപ്പ എന്തിനാ എന്നെ തടഞ്ഞേ? ചാമ, ക്ഷമിക്കണം. ഇപ്പൊ പപ്പയ്ക്ക് പപ്പി തരാൻ പറ്റില്ല മോനെ. എന്ത് പറ്റി പപ്പ? പപ്പയ്ക്ക് പപ്പി തരാത്തെന്തോ? അത് മോനെ, പപ്പ ഇപ്പൊ മോന് പപ്പി തന്നാൽ ഈ ചപ്പിയുടെ കൂട് തകർന്നു പോവില്ലേ? എന്തൊരു കഷ്ടമാണ്. എപ്പോ നോക്കിയാലും ചപ്പീനെ കളിപ്പിച്ചോണ്ടിരിക്കുമായിരിക്കും. എനിക്ക് മതിയായി. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചപ്പിക്കുട്ട, ഇതെന്താ ചാമ മോനെ, നീ എന്താ ഈ ധരിച്ചിരിക്കുന്നേ? ഇപ്പൊ ഞാനും ഒരു ചെറിയ ക്യൂട്ട് കിളിയായി. ചപ്പി, ഞാനാണ് നിന്റെ വലിയ ചേട്ടൻ. നമുക്ക് നല്ല കൂട്ടുകാരാവാം. ചപ്പിയുടെ കൂടെ എന്ത് നല്ല രസമാണ് കാണാൻ. ഞാനും ചപ്പിയുടെ കൂടെ താമസിക്കാൻ പോവുക. ചപ്പി, ഞാൻ നിന്റെ കൂടെ താമസിച്ചതോർത്ത് കുഴപ്പമില്ലല്ലോ. ഓ, കുറച്ചു നേരത്തേക്കെങ്കിലും താമസിച്ചോട്ടെ. എന്താ പറഞ്ഞേ? നിനക്ക് ഇത്രയും ധൈര്യമുണ്ടോ? ഇതെന്താ ചെയ്തത് ചമ്മ മോനെ? പപ്പ, ചപ്പീനെ വിട്ടിട്ട് എനിക്ക് പപ്പി തരൂ. ചപ്പി. അമ്മാവാ, കുഴപ്പമില്ലല്ലോ ചപ്പിക്കോ? യജമാനൻ, കുഴപ്പമില്ല, ചപ്പിയും ഓക്കെയാണ്. ചാമ, നീ ഇതെന്തായി ചെയ്തതെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ? പപ്പ എന്നെ വഴക്ക് പറഞ്ഞു. പപ്പ എന്നെക്കാളും കൂടുതൽ ചപ്പീനെയാണ് സ്നേഹിക്കുന്നത്. ആർക്കും എന്നെ വേണ്ട, ഞാൻ പോവാണ്. ചാമ, എന്തൊരു സമാധാനത്തോടെ കിടന്നുറങ്ങുന്നേ. എല്ലാരും ഇവനെയാണ് സ്നേഹിക്കുന്നത്. ഇപ്പൊ ഒരു പാഠം പഠിപ്പിച്ചറിയാൻ നിനക്ക്. അത് നോക്കിയേ പൂച്ചയമ്മായി, ചപ്പിയുടെ കൂടെ രസിച്ചോളൂ. ഈ പൂച്ച ഇതെങ്ങനെ ഇവിടെ വന്നേ? ചപ്പി, ഇത് ചെറുതായിട്ട് നിനക്കാണ്. നല്ല രസമുണ്ട്. ഇതെന്താ? ചപ്പി പൂച്ചയും കളിക്കുവാണല്ലോ. ഇവർ രണ്ടുപേരും നല്ല കൂട്ടായി. ചാമ, പപ്പ, എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ ടോയ്ലറ്റിൽ പോകുമായിരുന്നു സൂസ് ഒഴിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞതാ. ചാമ, നീ ഇതെന്തായി ചെയ്തത്? പൂച്ച ചപ്പിയെ കഴിച്ചിരുന്നെങ്കിലോ? പ്രിയപ്പെട്ട പപ്പ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ ഭയങ്കര പൊട്ടയാ. ആർക്കും എന്നെ ഇഷ്ടമല്ല. എല്ലാരും ചപ്പിക്കാണ് പപ്പി കൊടുക്കുന്നേ. എനിക്ക് ചപ്പിയെ കുറിച്ച് ഓർത്ത് അസൂയ വരുന്നു പപ്പ. എന്താ പറഞ്ഞത്? ഓ ചാമ, ഈ എന്റെ മോനെ, സോറി മോനെ. ഞാൻ ചപ്പിയെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. മോനെ കണ്ടതേ ഇല്ല. ഈ എന്റെ അടുത്ത് വാ മോനെ, ഞാൻ നിന്നെ സ്നേഹിക്കട്ടെ. പക്ഷെ ചാമ, ഒന്ന് കേൾക്കടാ മോനെ. നീ ചപ്പിയുടെ വലിയ ചേട്ടനല്ലേ? അപ്പൊ ചപ്പിയെ ഒട്ടും ബുദ്ധിമുട്ടിക്കാനേ പാടില്ല. മനസ്സിലായോ? എനിക്ക് മനസ്സിലായി പാപ്പ. എനിക്ക് തെറ്റുപറ്റി. ഇന്ന് മുതൽ ഞാൻ ചപ്പി ഒട്ടും ശല്യപ്പെടുത്തില്ല. സബാഷ് ചാമ, ഈ ലോകത്ത് എന്റെ മോനാണ് ഏറ്റവും നല്ല മോൻ. താങ്ക് യു പാപ്പ. എന്താ ചപ്പി ഞങ്ങളെ കൈവിട്ട് പോവാണെന്നോ? ആ മോനെ, അതിന് പോകണ്ടേ? അത് വലുതായില്ലേ. ബൈ ബൈ ചപ്പി. നീ സൂക്ഷിക്കണേ. പോകൂ ചപ്പി, ആകാശത്തേക്ക് പറന്നു പോകൂ. ചപ്പി, ഞങ്ങളെ ഒന്ന് മറന്നു പോവല്ലേ. പപ്പ, ചപ്പി പോയി. പപ്പ, എനിക്കൊരു പപ്പി തരോ പ്ലീസ്? എന്റെ അടുത്തേക്ക് വാ മോനെ. വരുവാണ് പപ്പ. നോക്കിയേ, ഇത് ചപ്പി തന്നെയല്ലേ? പക്ഷെ ചപ്പി ഒറ്റയ്ക്കല്ല. ഓ, ഓ, ഇതെന്താ? അവര് മുട്ട തന്നല്ലോ. ചപ്പി വേറെ 3 മുട്ട ഇട്ടു. എന്ത് പെട്ടെന്ന ബന്ധങ്ങൾ ഉണ്ടാക്കിയേ? അതിന്റെ അർത്ഥം എന്താ? ഇനി എനിക്ക് ചപ്പിയുടെ മക്കളെയും വളർത്തി വലുതാക്കേണ്ടി വരും. ചാമ, തൽക്കാലത്തേക്ക് പപ്പി വേണ്ടെന്ന് വെക്കേണ്ടി വരും.